ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ. എത്തിയോസ് 2013 മോഡൽ വണ്ടിയായിരുന്നു. അതിപ്പോൾ നമ്മളുള്ളത് എറണാകുളത്താണ്. എത്തിയോസ് ആണ് ഇനി അടുത്ത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ എത്തിയോസിനെ അറിയാം, ഫുള്ളായിട്ട് ബ്ലാക്ക് ആണ് വണ്ടി. അതേപോലെ തന്നെ ഇന്റീരിയർ മൊത്തത്തിൽ ബ്ലാക്ക് ആണ്. അതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ റൂഫ് ഒരു PJ കളറാണ് നിലവിൽ കമ്പനി വരുന്നത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമർ പറയുന്നതനുസരിച്ച് ബ്ലാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ബ്ലാക്കിൽ ഇതേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ സാധനം എറണാകുളത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സീറ്റ് ചെയ്യണ സമയത്ത് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നിലവിൽ വന്നില്ല. വന്നത് PJ കളർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തു, ആ ഓർഡറേ ക്യാൻസൽ ചെയ്തു. ബ്ലാക്ക് തന്നെ പറഞ്ഞ കാരണം ബ്ലാക്ക് നിലവിൽ നമ്മൾ എറണാകുളത്ത് വന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ BM ബെൻസിനൊക്കെ വരുന്ന ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അത് പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ്. അപ്പം അതിന് നമ്മൾക്ക് ഗ്യാരേജിൽ പോയിട്ട് ആ സാധനം ഒട്ടിച്ച് ക്ലിയർ ചെയ്തെടുക്കണം. റൂഫും അത് SR ജമ്മി യൂസ് ചെയ്ത് ഒട്ടിച്ച് ക്ലിയർ ചെയ്തെടുക്കണം. അതൊരു ക്ലോത്ത് അല്ല, അതുമ്പോൾ യൂണിഫോം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക മെറ്റീരിയൽ ഞാൻ ഗ്യാരേജിൽ എത്തിയിട്ട് ആ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഡ്രൈവ് ഫേസ് ഫോക്കസിങ് അവിടേക്കായിരുന്നു. അപ്പോൾ ഇതിൽ റീമാർക്കില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, സംസാരം മാത്രമേ ഉള്ളൂ കേട്ടോ. നിലവിൽ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജ് ഇതാണ് ഈ ക്ലോത്ത് വരുന്നത് കേട്ടോ. നമ്മൾ റൂഫ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലോത്താണ് ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇനി ഇതിലൊട്ടിച്ച് ചേർക്കണം. അപ്പോൾ അതിൻ്റെ പണികളാണ് അടുത്തത്. എത്തിയോസ് സെറ്റിങ്ങിൻ്റെ ഫൈനൽ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൾബിൻ്റെ കണക്ഷൻ, അതേപോലെ ഇൻറ്റീരിയറിലുള്ള കണക്ഷനുകൾ, റൂഫ്, അതേപോലെ എന്തെങ്കിലും വേറെ ക്ലീനിങ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻറ്റീരിയറിൽ നമ്മൾ ഈ സൈഡ് കണക്ഷൻ ഓക്കെ ആയി, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഈ സൈഡ് കണക്ഷൻ കപ്പറിൽ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. നിലവിലുണ്ടായിരുന്ന ഹോൾഡറുകളാണ്, നമ്മൾ ചേഞ്ച് ചെയ്തതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയുണ്ട്, അതവിടെ നിൽക്കുന്ന ഇന്നറിലൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടൊക്കെയുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ റൂഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. റൂഫ് സെറ്റ് ചെയ്തതിന് കഴിഞ്ഞ ശേഷമുള്ള ബാക്കി സൈഡിലെ സെറ്റിങ്ങുകൾ നടക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ എത്തിയോസ് ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയോസ് ഫുൾ റീസ്റ്റോറേഷൻ വർക്കായിരുന്നു. ഡെൻറ്റിങ് വർക്കും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്ത് കൊണ്ടുവന്നു. അതേപോലെ ഇൻറ്റീരിയർ പെയിൻറ്റിങ്, ഔട്ടർ ബോഡി പെയിൻറ്റിങ്, അതേപോലെ സീറ്റ് വർക്ക്, സ്റ്റീരിങ് വീൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങി നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്കൊന്ന് വണ്ടിയുടെ പുറത്തെ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. എത്തിയോസ് 2013 മോഡൽ വണ്ടിയായിരുന്നു. വൈറ്റ് കളർ വണ്ടിയായിരുന്നു. അതിനെയാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹാരിയറിൻ്റെ ബ്ലാക്ക് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്ലാറ്റിനം കിറ്റും കാര്യങ്ങളെല്ലാം കസ്റ്റമർ കൊണ്ടുവന്നതാണ്. അതായത് കസ്റ്റമർ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഔട്ടർ ലുക്കും കാര്യങ്ങളും പ്ലാറ്റിനം മോഡലാണ്. പക്ഷേ ഈ അലോയ് വീലും കാര്യങ്ങളെല്ലാം ഇട്ട് വന്നപ്പോൾ തന്നെ വണ്ടി ഈ ഒരു നോർമൽ സ്കർട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. സ്കർട്ട് ഫൈബർ സ്കർട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ സ്കർട്ടാണ് കേട്ടോ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിച്ചേക്ക് കേട്ടോ. ഓക്കെ, ഈ ഒരു ലുക്കാണ് ഫ്രണ്ട് വരുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റർ ഉള്ള മിററും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് വണ്ടി പ്രോപ്പറായിട്ട് ഷേപ്പൊക്കെ എടുത്തിട്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കിലേക്ക് പോകണമെങ്കിൽ ടൈലൈറ്റ് നമ്മൾ ലുമാക്സിൻ്റെ ടൈലൈറ്റ് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ടയോട്ടയുടെ ലോഗോ സെൻറ്ററിൽ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യാൻ ബാലൻസ് ആണ് കേട്ടോ. അതേപോലെ നോർമൽ സ്കർട്ട് ഫൈബറാണ്, അതൊരെണ്ണം വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു രീതിയിൽ പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ക്രോം വരുന്ന ആ രീതിയിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട് ബാക്കിലെ ലുക്ക് കേട്ടോ. അപ്പോൾ ബാക്കിലെ ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ടയോട്ടയുടെ ലോഗോ വെക്കണം. പിന്നെ ഇതേ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കാം, പ്രോപ്പർ ഷേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. വെതർ സ്ട്രിപ്പ് നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. അലോയിൽ പെയിൻറ്റിങ് ഒന്നും ചെയ്തില്ല, നിലവിലുണ്ടായിരുന്ന അലോയിൽ നമ്മളൊന്ന്
ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കാണ് ഔട്ടറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിപ്പിങ് കസ്റ്റമർ ചെയ്ത് കൊണ്ടുവന്ന വർക്കാണ് കേട്ടോ. അത് നമ്മൾ സെറ്റിങ് ചെയ്തു. അതേപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങിൽ ഡാഷ്ബോർഡ് മൊത്തത്തിൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിൻസ് തൈ സപ്പോർട്ടൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റ് നാപ്പാന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ. സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ റെഡ് ലൈൻ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റീറിംഗ് വീല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു സ്റ്റീറിംഗ് വീല് നമ്മളെ ഗ്ലാൻസിക്ക് വരുന്ന സ്റ്റീറിംഗ് വീലാണ്. അപ്പോൾ അത് നമ്മൾ എത്തിയോസിന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നർ റൂഫും കാര്യങ്ങളും ബ്ലാക്ക് ക്ലോത്ത് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ അകത്ത് നോക്കണമെങ്കിൽ മൊത്തം ഒരു ഇരുൾച്ചയാണ് കേട്ടോ. ഒരു ഇരുണ്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ പോകണമെങ്കിലും ബാക്കിലെ സീറ്റും കാര്യങ്ങളൊക്കെ ആ ഡയമണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് സീറ്റിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. റൂഫ് ബ്ലാക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇൻറ്റീരിയർ മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫുള്ളായിട്ട് എ ടു സെഡ് ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് എന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ബാലൻസ് ഉണ്ടല്ലേ? സ്റ്റീരിയോ ഉണ്ട്. സ്റ്റീരിയോൻ്റെ കണക്ഷൻ നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തപ്പോൾ സ്പൈറൽ കേബിൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷൻ സ്റ്റീരിയോൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഓളിയം കൺട്രോളും നെസ്റ്റ് അടിക്കുന്നതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ വാങ്ങി സെറ്റ് ചെയ്താൽ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു വണ്ടി ഇവിടെ 2013 വൈറ്റ് കളർ വണ്ടിയായിരുന്നു. നോർമൽ ഡെൻ്റൊക്കെ ഉണ്ടായിരുന്നത് കസ്റ്റമർ ചെയ്തു കൊണ്ടുവന്നു. എന്നാലും നമ്മുടെ രീതിയിലുള്ള കുറച്ച് സെറ്റിങ്ങുകളൊക്കെ ചെയ്ത് ആണ് ഈ ഒരു വർക്കും കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഹാരിയറിൻ്റെ ബ്ലാക്ക് നല്ല രസമുള്ളൊരു ബ്ലാക്കാണ്. മെറ്റാലിക്കൊക്കെ വരുന്ന ഒരു ബ്ലാക്കാണ്. അതാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ എത്തിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത വണ്ടിയുടെ വ്ളോഗൊക്കെ ആയിട്ട് വരാം. ബൈ.